പിൻവലിക്കൂ. ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തൂ. കേരളത്തിലെ പെൻഷൻ പദ്ധതി ജീവനക്കാരും അധ്യാപകരും വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം വരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭരംഗത്താണ്. രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അതിന് മുൻകാല പ്രാബല്യം നൽകുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വൈര്യനിരാധന ബുദ്ധിയോടെയുള്ള പെരുമാറ്റം, കേരളത്തെ തകർക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ശമ്പള പരിഷ്കരണം 5 വർഷ തത്വമനുസരിച്ച് നടപ്പിലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ജീവനക്കാർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ക്ഷാമബത്ത സംബന്ധിച്ചും ഇന്ന് ചില മാധ്യമങ്ങളിൽ അത് അവകാശമല്ല എന്ന രീതിയിൽ ചില വാർത്തകൾ വന്നത് കണ്ടു. തീർച്ചയായും ജീവനക്കാരുടെ അവകാശമാണ്. അവർ നിരവധിയായ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് ക്ഷാമബത്ത എന്ന അവകാശം. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സെക്രട്ടറി കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ നിഷേധിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല അത്. അതുകൊണ്ട് തന്നെ ക്ഷാമബത്ത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഇനിയും തുടർന്ന് FCTO സംഘടനകൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെയാണ് പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച്. നമ്മുടെ രാജ്യത്താകമാനം പങ്കാളിത്ത പെൻഷൻ പദ്ധതി UPA സർക്കാരും തുടർന്ന് വന്ന NDA സർക്കാരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർ PFRDA നിയമമാണ് ഉപയോഗിക്കുന്നത്. 2013 ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. അത് പുനഃപരിശോധിക്കുമെന്ന് തുടർന്ന് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായി അത് നടപ്പിലായിട്ടില്ല. ആ പുനഃപരിശോധന വേഗത്തിലാക്കണം. സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയുമായിട്ട് ജീവനക്കാരുമായി ചർച്ച ചെയ്ത് അത് ജീവനക്കാർക്ക് അനുകൂലമായ രീതിയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മുന്നോട്ട് പോകണം. ജീവനക്കാരുടെ ഏറ്റവും പ്രധാന ആവശ്യമെന്ന് പറയുന്നത് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൻ്റെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കിയത് കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ്. തികച്ചും രാഷ്ട്രീയ വൈര്യനിരാധന ബുദ്ധിയോടെയുള്ള ഒരു സമീപനമാണ്. കേരളത്തിൻ്റെ വികസനത്തെയും കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികളെയും തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാകുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരെ കൂടി ഈ സമരത്തിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉയർത്തുന്നത്. ഇതിനെ ഇപ്പോഴും നിങ്ങൾ ഈ രാത്രി സമയത്ത് കൂടി നിരവധി നൂറുകണക്കിന് ജീവനക്കാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഈ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ ശരിമയും അംഗീകാരവും കൂടിയായി ഞങ്ങൾ കണക്കാക്കുന്നു. ഇതിന് തുടർന്നും ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ പ്രക്ഷോഭ രംഗത്ത് തന്നെയായിരിക്കും. ജനുവരി 16 സിന്ദാബാദ്. രാപ്പകൽ സത്യാഗ്രഹ സിന്ദാബാദ്. ഇന്നലകളിലെ പോരാട്ടങ്ങളെ, നാം നടത്തിയ പോരാട്ടങ്ങളെ, നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലനിർത്താൻ മക്കളെ നാം മുന്നോട്ട് മുന്നോട്ട്.